ചെവിയിൽ ഏറ്റവും മാറി ചെയ്ത് തരും. ഈ ഒരു കാരണം കൊണ്ടാ നിന്നെ ഞാൻ ഇതിനകത്ത് കളയാത്തത്. അല്ലാതെ കഴിവുണ്ടായില്ല. ഞാൻ സത്യം വിഷയം ഇവിടെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് പ്രപ്പോസ് ചെയ്തപ്പോ ഇവള് പറഞ്ഞ് പറ്റൂല. കാര്യം ഓരത്തി തന്നെ മറ്റേ അവന്റെ അണ്ണനെ അണ്ടി എന്ന് പറഞ്ഞ അണ്ടി നിർത്തി. വാസം ഉണ്ടാന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വരുന്ന സമയത്ത് വാസം അവരടുത്ത് പോയിട്ട് ഇംഗ്ലീഷിലൊന്ന് ചോദിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ് വാസുവിന്റെ ആവശ്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ട്രോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് വാസണ്ണൻ്റെ കൂടെയാണ്. വാസണ്ണൻ്റെ കൂടെ സരക്കണ്ണൻ അതുപോലെ തന്നെ ബാബ്സേട്ടും കൂടിയിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയുള്ള ഫണ്ണി RP സിറ്റുവേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള, വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ സരക്കണ്ണൻ്റെയും വാസണ്ണൻ്റെയും അതുപോലെ തന്നെ ബാബ്സേട്ടിൻ്റെ ഒക്കെ കിക്കിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവർ ലൈവ് കിക്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ പോയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഫോട്ടോ ഡാം ഷട്ടർ പകുതി തുറന്ന് വെച്ചിരിക്കുന്ന വെള്ളം പോകുന്നു. അല്ല അത് ശരിക്കൊരു റൂമല്ലേ? ഡാമാണത്. എന്തോ ഫോട്ടോ ഡബിൾ മീനിങ് അങ്ങേറ്റം. ബാബു വിഷയട്ടോ എന്തിലും ഒരു കണ്ടിരിക്കും. അതാണ് ഫോട്ടോ നോക്കടാ. രായനാണല്ലോ ആ ഫോട്ടോ നോക്ക. എന്താണ് പ്രൈവറ്റ് സ്റ്റാർട്ട്? കൺട്രോള് പോടേ ജാതി. ബാബു എന്താടാ സംസാരിച്ചുണ്ടാ? അത് പറഞ്ഞപ്പോഴായ നീ ഒറ്റയ്ക്കല്ലല്ലോ, വേറെ ആരും ഉണ്ടായിരുന്നല്ലോ. എവിടെ? എനിക്ക് കാണാനില്ല. ഏതാ ബാബു? ഡീപ്പർ സ്കിൻ ഒന്ന് അടിക്കാവോ? ഇടക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഹായ് റൂബി. ഹായ് ഹായ്. ഹലോ ഹലോ. എന്റെ പേര് പരിന്തു വാസു. മള്ളി, ഇത് രായന്റെ ഫ്രണ്ടാണ്. അപ്പൊ രായൻ ഇവിടെ പൈസ എടുക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് രായനെ കണ്ടിട്ട് അപ്പം എനിക്കൊന്ന് രൂപി നമ്മളെ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. സുഖമല്ലേ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓ, വീട്ടിലെ കല്യാണം അല്ലതിനൊക്കെ നടക്കണമെന്ന് രായൻ പറഞ്ഞായിരുന്നു. അതൊക്കെയോ പറഞ്ഞതോ? ആ, രായന്റെ വീട്ടില് രായന് ഞാനിപ്പോ ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നോണ്ട് സമയമില്ലല്ലോ നമുക്കിതിനൊന്നും. പക്ഷെ മള്ളി, എന്റെ കൊണ്ട് മലയാളിയെ കിട്ടുന്ന കുറച്ച് ഭാഗ്യവതിയായിരിക്കും അല്ലേ? അല്ലേ രായ? അല്ലേ രായ? എന്നെ കിട്ടിയ ഭാഗ്യമായിരിക്കും മലയാളിയെ കിട്ടിയ അല്ലേ? അല്ലേ അല്ലേ അല്ലേന്ന് മലയാളിയുടെ കാര്യമാണ് അല്ലേ? എന്റെ പൊന്നോ, ബാബുവിന്റെ ടൂണിങ് വല്ലാതെട്ടോ. അങ്ങനെ അപ്പൊ രായ, പിന്നെ എടാ നമ്മുടെ അവിടത്തേക്ക് മറ്റേ അണ്ടിബാഗിലത്തേക്ക് പുതിയൊരു PA വേണോല്ലോടാ. മലയാളം ആയാലും പ്രശ്നമൊന്നുമില്ലടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷെ കുറച്ച് ഗേൾസ് ആണ് നല്ലത്. അതെ, കാരണം അവരാകുമ്പോ കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? കുറച്ച് ഉത്തരവാദിത്തം കാണും ഗേൾസ് ആകുമ്പോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ 2 കെട്ട പയ്യന്മാരും മൊത്തം അണ്ടി എടുത്തോണ്ടാണ് പോയത്. അവിടെ അങ്ങനത്തെ കെണ്ടൊന്നും വേണ്ട.
രൂപ എന്റെ ജോലി കൊണ്ടുവച്ചിട്ടില്ലേ? ഏതുവരെ പഠിച്ചോ? ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ അത് പറയാത്തെന്ത്? എന്താടാ ഇല്ല ജോലി ഇല്ലെന്ന് പറഞ്ഞടാ. ഓൾറെഡി രായണ് പെട്ടു. ശമ്പളം കിട്ടിയ ഒരു വേലക്കാരി വെച്ചാ ഒരാളെ വെക്കാലോ. സത്യം സത്യം സത്യം. നിനക്ക് നന്നായിട്ട് അറിയാവോ രായ കൊച്ചിനെ? അപ്പൊ പിന്നെ വേറെ നോക്കാൻ പോലും ഇല്ല മലയാളി. രായന് നന്നായിട്ട് അറിയാന്ന്. താല്പര്യം അപ്പോയിന്റ് ചെയ്യാം, നമുക്ക് പിന്നെ വേറെ നോക്കില്ല. അല്ല ഒരു കുട്ടി ഒരു കാര്യം, കുട്ടി നമ്പർ ഒന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ്റെ മലയാളി ചോദിക്കാം. രായ അപ്പൊ ഒന്ന് ഇല്ല എന്റെ പോയി എന്റെ മൊബൈല് മാറി അതാ സത്യം. സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ പോയി എനിക്ക് വന്നിട്ടില്ല ബ്രോ, എന്റെ വെരിഫൈ ആവുന്നതേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുപോണേടാ. ഒന്നും ഇല്ലാതെ ഇനി കാറെടുത്ത് പോ, വെയിൽ കൊള്ളണ്ട. എന്റെ പൊന്നോ, നമ്മള് ചുമ്മാ ഇങ്ങനെ പറഞ്ഞില്ലേ ബിസിനസിന്റെ കാര്യങ്ങളുമായിട്ട് മലയാളി വെയിൽ കൊള്ളണ്ട. അകത്തിരുന്നോ? കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ആ എനിക്ക് മലയാളി വണ്ടി എടുക്ക്. അങ്ങനല്ല മുലയിൽ സ്ഥിരം വണ്ടി ഓടിക്കുന്ന അതുകൊണ്ട് എന്റെ പൊന്നോ, എന്റെ വണ്ടി വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല. വണ്ടി വല്ലാത്ത ജാതി. അപ്പൊ പിന്നെ രൂപി എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് പറയാം. അത് ഫുൾ സർപ്രൈസ് ആണ്. അത് നമ്മുടെ ഒരു ഇതുമായിട്ട് പറയാം അത് ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വരാൻ. നമ്മളൊരു കാര്യം ഇപ്പൊ കുറച്ച് ഫണ്ട് കൊടുക്കാനുണ്ട്, അതൊന്ന് കൊടുത്തിട്ട് നമ്മൾ ഇപ്പൊ വരാവേ. വിളിക്കാം എന്തായാലും വിളിക്കാം രൂപി. രായണ്ണ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഉള്ള എനിക്ക് പറയുന്നു എന്തിനാടാ തെണ്ടി വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മോ? വിഷയട്ടെ വിഷയം കിടുക്ക് സാരം. ഈ ഒരു കാരണം കൊണ്ടാ നിന്നെ ഞാൻ ഇതിനകത്തൊന്ന് കളയാത്തത്, അല്ലാതെ നിന്നെ ഒരു കഴിവുണ്ടായിട്ടല്ല. ഞാൻ സത്യം വിഷയണ്ടാ വിഷയം. ഇതിന് നിന്നെ വായ്ത്താളം എടാ, നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നീ എതിരെ വന്ന് സംസാരിക്കുന്നുള്ള പേടി കൊണ്ടാണ് നിന്നെ ഇത്രയും സഹിച്ച് ഞാൻ കൂടെ കൊണ്ടു നടക്കണത്. അതറിയോ നിനക്ക്? എനിക്കൊരു പെണ്ണ് സെറ്റ് ആവുന്നത് ബാബു ഇങ്ങനെ റൂട്ടാക്കിയത് ടോണിക്കും ബാബുവിന് വേണ്ടിയാടാ. ഇത്ര നേരം സംസാരിച്ചത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മലയാളിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. സരക്ക് വന്നാ എവിടെ ഉണ്ട്? ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി അടി വയ്ക്കാൻ 3 പേരായി. എന്തോന്ന് എന്റെ പൊന്നോ, ഇജാതിടാ ഇജാതി. വല്ലാത്ത ഐറ്റാണ് കേട്ടോ ബാബു. എങ്ങനെ വരുന്നു? ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി 3 പേരുന്ന്. വിഷയം ട്ടാ വിഷയം. ഇനി ആ സരക്കണ്ണനും കൂടി ജോയിൻ ചെയ്യാനുള്ളൂ. മണി എടുക്കാൻ വന്നാ മണി എടുക്കാൻ വന്നാ പൈസ വന്നിട്ട് പറയാം. ഇജാതി കൗണ്ടർ ബാബുനൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഞാൻ ശരിക്കും പറയട്ടെ, ആ കൊച്ചിന് മലയാളിക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ട്യൂൺ ചെയ്ത് എടുത്തോണ്ടിരുന്നത്. അപ്പൊ എന്റെ അടുത്തൊരു ചോദ്യം ബാബു സീറ്റ് ഫ്രീ ആണെന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഒരാളല്ലേ മനസ്സൊന്ന് വലുത് മാറി. പക്ഷെ ഇപ്പം ഓക്കെ ആണ്. AC ഒക്കെ കുറച്ച് കൊണ്ടപ്പോ ഞാൻ ഓക്കെ ആയി. പിന്നെ എടുത്തോ ബസ് സെറ്റ് തരാം. മനസ്സ് മാറണേട്ടാ എന്റെ അങ്ങോട്ട് കൊച്ചിനോട് മനസ്സ് മാറും. വെയിലുള്ളോണ്ട് റൂബിയുടെ കേസ് റൂബിയും കൊണ്ട് അങ്ങോട്ട് നമ്മുടെ മറ്റേ ഇന്റർവ്യൂവിന്റെ റൂബിയും കൊണ്ട് രായം വരുമായിരിക്കും അല്ലേ? അപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ വിളിക്കാം. രായന്റെ ഫ്രണ്ട് അല്ലേ അത്?
ചെറുക്കണേ രായ ഇവളെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് ആ പ്രപ്പോസ് ചെയ്തപ്പോ ഇവള് പറഞ്ഞ് പറ്റൂല പറഞ്ഞു. അയ്യോ അല്ല സത്യം, ഒരു സെക്കൻഡ് ഞാൻ ഇല്ലാതായി പോയി. എന്റെ പൊന്നോ Just miss എന്നാ, just miss. വിഷയട്ടോ വിഷയം. മനസ്സിലായില്ല. നമ്മള് തെറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. ആരാ? എടാ, സരക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓ, ഇറങ്ങി വാ. സരക്കണ്ണന്റെ ഒരു കുറവും കൂടി ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞ സ്കീം ഓർമ്മ എനിക്കൊരു കൊച്ചിനെ സെറ്റ് ചെയ്ത് തരാൻ ഓ മറ്റേ പദ്ധതി പദ്ധതി. കുടുംബ പദ്ധതി. ഞങ്ങൾ ആ പദ്ധതി നീ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയതായിരുന്നു കേട്ടാ. രായ പെട്ടെന്ന് ഒരു പെങ്കൊച്ചിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ് വന്ന് നമ്മള് പറഞ്ഞൊന്നുമില്ല. എന്റെ അടുത്ത് അവന്റെ അടുത്ത് പങ്കുവെച്ചുണ്ടെന്ന് പറഞ്ഞ സ്പോട്ടിൽ ഞാൻ ലൊക്കേഷൻ ഭാഗിച്ച് വന്നതാ കേട്ടാ. വന്നിട്ട് നൈസായിട്ട് ഞങ്ങള് പരിചയപ്പെടാനും ഞങ്ങള് PA ആയിട്ട് എടുക്കാന്ന് പറഞ്ഞ് ഒരു ജോലിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവൻ അവക്ക് ജോലിയൊക്കെ ഉണ്ട്. അവള് പറഞ്ഞു ജോലി ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു ജോലിയുണ്ട്, അവള് ബിസിയാ, PA ആയിട്ട് നിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒബ്ജക്റ്റ് ചെയ്യണ്. അതല്ല ഞങ്ങക്ക് കാര്യം പിടിയിട്ടില്ല. എനിക്ക് ഞാൻ പറയട്ടെ കാര്യം ഇതാണ്. ഞാൻ ഇവളെ ഒരുത്തിനോട് അറ്റ് എ ടൈം നോക്കി. അത് വല്ലാത്ത വിഷട്ടോ. എന്നിട്ടും പറഞ്ഞ് എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതി എന്ന് പറഞ്ഞപ്പോ ഇവള് പറഞ്ഞ് രായ എനിക്ക് പറ്റത്തില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ, ആ സമയത്ത് എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടാ താല്പര്യം ഇല്ല എന്നുള്ള രീതി രായടുത്തങ്ങ് ഒതുക്കി. മനസ്സിലായില്ലേ? അത് സംഭവമൊക്കെ വേറെ ആരടുത്തും ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നേ. പക്ഷെ ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. സിറ്റിയിൽ വരാത്ത ഒരാളാണെന്നാണ് പറഞ്ഞത് ബാബു. ഞാൻ ഉണ്ടായിരുന്നു. അല്ല എന്നെ ഇന്ന് കണ്ടറിഞ്ഞ ബാബുസിയായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം മാറ്റി ഇതിനെ കാണുമ്പോ ബാബു വാസം ഉണ്ടോന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല പിന്നെ അത്രേ ഉള്ളൂ. അത്ര ഉള്ള അണ്ണൻ ഇത്രയും നേരം അണ്ണനും കൂടെ വന്ന അണ്ണനും ഇത് കൈയിട്ട് വരുന്ന പറഞ്ഞിട്ട് മലയാളിയാണ്. ഞാൻ പറയാടാ, ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി ഇനി 3 എന്റെ ഇവനാണ്. ഞാൻ പറയട്ടെ വാസുവിന് ഒരു കാര്യം പറയട്ടെ. ഓരത്തി തന്നെ മറ്റേ എന്റെ അണ്ണനെ അണ്ടി എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ നിർത്തി. പുതിയല്ലേ അണ്ണന്റെ അണ്ടീന്ന് പുറത്ത് നോക്കി പറ. അയ്യോ ഏതാ ഇതാരടി? Oh my fucking god. എന്തൊരു മലയാളി ഹൃദയം കണ്ടോ? ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതിലെ ഹൃദയം കണ്ട. ഓ ഹൃദയം കണ്ട് എനിക്ക് ലോഡാവുന്നുണ്ടാ. ഏത് മറ്റേ കാറിന്റെ അടി കുനിഞ്ഞിരിക്കുന്നുണ്ടോ? അയ്യോ ഒന്നും ഇല്ലല്ലേ. നമ്മളെ പറ്റിച്ചോ? ദേവൂട്ടിയുടെ ദേവൂട്ടിയാ അതാരാ? വാസുവിന് വേണ്ടി വെച്ചിരിക്കുന്ന. അല്ല ദേവക്കുട്ടി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നാൻ പറ്റില്ല, നല്ല ഓപ്ഷൻ ആണോ ഇനി? ഞാനൊരു കാര്യം വന്നിട്ട് വാസുവിന് ഓരോ സെറ്റ് ചെയ്യുന്ന തരാന്ന് പറഞ്ഞിട്ട് അതിലൊരു പെശ കൊണ്ടെന്ന് ഉറപ്പിച്ചോ? വിഷമാണ് വിഷം. 2024 ഞാൻ മാറി. 2024 നീ എന്ത് മാറാ? നീ ഒരു മാറ്റം മാറില്ല ബാബു. എനിക്ക് ഞാൻ പറഞ്ഞില്ല വാസു, ഞാൻ പറയട്ടെ. സത്യത്തില് ഇവിടെ ഇപ്പൊ ഓൺലൈനിൽ ഈ ഹിന്ദിക്കാരികളെ പ്രേമിക്കരുത്. ഒരു ഗുണവും ഇല്ല. സത്യം പറഞ്ഞ 24 മണിക്കൂറും വേറുള്ളവരുടെ നടക്കുന്നു. പ്രേമിക്കരുത്. അതും നമുക്ക് മറ്റേ ചോദിക്കാനും പറ്റൂല കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട്. ഒന്ന് ആലോചിക്കാണ്. സത്യമാണല്ലേ? ആലോചിക്കാണ്. അവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആണ്. മലയാളിയോട് മാത്രം ഓപ്പൺ മൈൻഡഡ് ആണ്. പക്ഷെ നീ ഒന്ന് ആലോചിക്കും, വാസു ഇപ്പൊ ഒരു പെണ്ണിനെ പ്രേമിച്ച് സെറ്റായി, നിങ്ങൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോ? ആഗ്രഹങ്ങൾ വരൂലേ? എവിടെടാ എവിടെയൊക്കെ ചിന്തിച്ചു പോന്ന്? അങ്ങനെ വരുന്ന സമയത്ത് വാസു അവരടുത്ത് പോയിട്ട് ഇംഗ്ലീഷിലൊന്ന് ചോദിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു വാസുവിന്റെ ആവശ്യം. അയ്യോ വല്ലാത്ത സാധനം കേട്ടോ.
പ്ലേ എന്നല്ലടാ നമ്മള് നീ പറയൂലേ നമ്മള് പറയൂലേ എന്റെ കൂടെ എന്റെ മോനെ. അയ്യോ അതല്ല ഡേറ്റിംഗ് വാസു ഇങ്ങനെ പറയൂലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് നിന്റെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യണം എന്ന് പറയുമ്പോ വാസു ഒന്ന് ഇംഗ്ലീഷ് അത് പറഞ്ഞാൽ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യണമെന്നോ? ഇതിപ്പോ എങ്ങനെയാ? അതെന്തായാലും പറയൂ. ഇത് പറഞ്ഞ ഞാൻ ചേരിപ്പൂരി അടിച്ചോളാം. ഞാൻ പറയാം I want to dance with you while holding your hips. ബാബു എല്ലാം സെറ്റാണല്ലോ. എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ? സീനടേ ഇംഗ്ലീഷ് ഓർമ്മ വരും. ധാരത്ത് പറഞ്ഞ ഡയലോഗ് ഇത് ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ഒട്ടും അയ്യോ കൊള്ളാം. പക്ഷെ എന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള മനസ്സിലായില്ലേ? തനി മലയാളി. അപ്പം തനി മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളത് ഇവിടെ ഉള്ള ഒരു കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവില് റൂബിയാണ്. അല്ല രൂപിയല്ല. റൂബിയാണ്. അല്ല 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 നീയാണോ തീരുമാനിക്കുന്നത്? റൂബി ഇപ്പൊ ഈ സിറ്റി ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല തനിമയൊത്ത മലയാളി കുട്ടി എന്ന് പറയുന്നത് റൂബി അല്ലേ? എണ്ണം പെട്ടടേ പാവം സാധു. അവനറിയാത്ത സത്യം ഇവിടെ ഇല്ല. ഇവിടത്തെ എല്ലാ പെമ്പിളരെ കുറിച്ച് അവനെല്ലാം അറിയാം. സാധുടാ ആലോചിച്ച് നോക്ക്. ബാഷുവിന്റെ വായും റൂബിലും വറു അതാണ്. പിന്നെ നിന്റെ പേര് അവളെ പേരോട് ഒന്ന് ചേർത്താണ്. ബരൂന്നാ എവിടെ വരാൻ വരുന്നില്ലെന്ന് പറയാ അവള്. അയ്യോ പോവൂന്ന് പറയാ അവള്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, മറ്റേ കുപ്പുവും വാസു പഠിച്ചേർന്ന് ഞാൻ കുശു കുശു എല്ലാം തന്നെ. അങ്ങനെ ഒരു ജീവിതം. വലിയായാലും നാറും കുശുവായാലും നാറും. പക്ഷെ കുശുവാകുമ്പോ ഇരട്ടി നാറും. എന്തൊരു കണ്ണ് നമ്മള് ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വിഷയം എവിടെന്ന് കിട്ടുന്നടാ ഇതൊക്കെ? റേഡിയോ ഡിസ്കണക്ട് ചെയ്തതാ. സൗണ്ട് കേൾക്കോ? എന്തൊരു സൗണ്ട്? ഇല്ല എനിക്ക് എവിടെയോ കാട് പറഞ്ഞു. ജരക്കണ്ണ അനങ്ങാണിക്കണേ. തനി മലയാളി കുട്ടി എവിടുന്ന് കണ്ടുപിടിക്കണം അണ്ണാ? ഹലോ തനി മലയാളി കുട്ടി എന്റെ ബംഗാളിൽ പെട്രോൾ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഒരു തനി മലയാളിയാണല്ലോ ഇപ്പൊ ഉള്ളത്. എന്തേലും ഗുണമുണ്ടാ? തനി മലയാളി അല്ല, മലയാളിയാണെന്നേ ഉള്ളു മലയാളി. അതിന്റെ ഒരു ഗുണവും ഇല്ല. സത്യം. അയ്യോ എലീന അങ്ങേറ്റം. മെയിൻലി എന്നോട്ടാ ഇത് സംഭവിച്ചെന്നറിയാവോ? വേണ്ട അത് എനിക്ക് അതേ പറയാനുള്ളൂ. സാംസങ് ഒരു ഫോൺ ഇറക്കരുതായിരുന്നു. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും സാംസങ് ഫോൺ ഇറക്കരുത്. പെണ്ണുങ്ങൾക്ക് തേക്കാനായിട്ട് ലിപ്സ്റ്റിക് കണ്ടുപിടിക്കുന്നത് ഒരു പ്രശ്നമില്ല. വെറുതെ എടുക്കുന്നത് നിർത്താം. അത് നിർത്തിയതൊരു പകുതി പ്രശ്നം തീർന്നു. അതിന് മുമ്പ് ഇവിടെ കൊണ്ടായിരുന്നു. എന്നാലും പ്രശ്നങ്ങളുണ്ട് മലയാളി. വീട്ടിലടിക്കണ പെയിന്റ് ഇതെല്ലാം എടുത്തോണ്ട് പോകും. പറയാൻ പറ്റൂല. നല്ല ടീം അതാണ്. പെണ്ണിന്റെ കാര്യമാണ് ഇപ്പൊ അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് പെണ്ണ് ഇല്ലടാ, ഈ വർഷം എനിക്ക് അത്യാവശ്യമാണ്. എനിക്ക് ഈ വർഷം ഒരു പെണ്ണ് വേണം. സത്യോടാ പ്രായമൊക്കെ വരും നിന്നിന്റെ. കഴിഞ്ഞ വർഷത്തല്ലേ പറഞ്ഞത്? എടാ ഞാനൊരു കാര്യം പറയാം ബാബു, നീ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മളൊരു താഴ്ചയിലാണ്. ഒരു ഉയർച്ച ഇപ്പൊ വേണം. ഇനിയും താഴ്ന്നു പോയി കഴിഞ്ഞാൽ പൊങ്ങൂല.
എപ്പോഴെങ്കിലും ഒന്ന് പൊങ്ങണം. ഇനി പൊങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് കാര്യം? അതെ. ഒരു വർഷം നമ്മളിപ്പോ താഴോട്ടാണ്. അയ്യോ എടാ അത് എന്റെ മോനെ. ശരിക്കും പറഞ്ഞ ആ ഒരു കാരണം കൊണ്ടല്ല നമ്മൾ അത് വിട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, കെയർ, സ്നേഹം, ഇതാണ് മെയിൻ കാര്യം. അതാണ് അങ്ങനെയാണെ വാസു കെയർ ചെയ്യാനായിട്ട് നമ്മളെ ടിവിയുടെ പിള്ളേരെ തന്നെ ഞാൻ പറയാം. അവന്മാര് മുട്ട കയറി കഴിഞ്ഞു വേണ്ട രാത്രി എനിക്ക് അങ്ങോട്ട് കിടന്ന് കൊടുത്താൽ മതി. കിടന്നൂടാ. അവന്മാര് പിന്നെ ഓയിലൊക്കെ താടവി റെഡിയാക്കി വളഞ്ഞു നിൽക്കുന്ന സാധനം നേരെ നിൽക്കും. ഒരു താല്പര്യമില്ല, മൈൽസ് മോൻ ചെവിയിൽ ഏജന്മാർ ചെയ്തു തരും. ചെവിയിൽ പ്രത്യേക രസമാറുണ്ട് അവന്റെ മാത്രം. അതാണ് ആ സൂപ്പറാണ് അതിന്. ചെവിയിൽ വന്നിട്ട് വിട്ടേക്കുന്നതാ. എന്റെ പൊന്നോ മള്ളി അവന്മാരെയൊക്കെ കിട്ടിക്കാൻ നിർത്തിയോണ്ട് അവന്മാരൊക്കെ രാത്രി ഇതാക്കിയാണ് ഗ്യാങ്ങോട്ടിക്കത്ത് കാണിക്കുന്നത്. ശബ്ദം ഉണ്ടാക്കി കാണിക്കുന്നത്. കറണ്ട് അടിച്ചിട്ടാവും ആ മൈക്കി നോക്കിയ ചക്കീന എന്റെ പൊന്നോ വല്ലാത്ത കോംബോ ഉണ്ടാ. ഒന്നുമില്ലെങ്കിൽ വിഗം വെച്ചൊക്കെ ഇരിക്കണം. അത്രേ ഉള്ളൂ. താടി സരക്കണ്ണൻ ഓൺ പവർ. എല്ലാരും ബാബു എല്ലാരും ഭാവിയൊക്കെ നോക്കി പ്രവർത്തിച്ചു തുടങ്ങി കേട്ടാ. ഓർഡർ ചെയ്തിട്ടുണ്ടോ? സത്യല്ലേ? നമ്മള് മാത്രമാണെങ്കില് വലിയൊരു ഫ്ലൂട്ടൊക്കെ തരുന്ന പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞില്ല വാസു, എന്നെ കാട്ടിയും ഡിമാൻഡ് കൂടുതൽ വാസുവിനായിരിക്കും. അതെന്താ? വില കുറഞ്ഞ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും, അതാണോ തിയറി? അതുകൊണ്ടല്ല വാസു. എനിക്കാണെങ്കിൽ കുറച്ച് എത്രയൊക്കെ ചെയ്താലും ഒരു ആണിന്റെ ടച്ച് വരും വാസു. പക്ഷെ വാസു ഒരു മീച്ച ഇല്ലാത്തത് ഓൾറെഡി ഒരു ടച്ച് ഉണ്ട്. തേഞ്ഞടേ പിന്നെ ഇല്ലാണ്ടാക്കി വെക്കുകയും ചെയ്യാം. അതാണ് ചിരട്ട ഇടുന്നൊരു ആവശ്യം ഇല്ല. മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം. എടാ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊരു പെണ്ണിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിലാണല്ലേ നമ്മൾ പെണ്ണായി മാറാൻ പോകുന്നത്. സംസാരിക്കാനല്ല മെയിൻലി. നമുക്ക് ഇതൊന്ന് തീരുമാനിച്ചിട്ട് വേണം ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. നീ ഒരു റെസ്പോൺസിബിൾ കോ ലീഡർ ആണോ ശരിക്കും ചോദിച്ചാ? നീ ഒരു റെസ്പോൺസിബിൾ കോ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലീഡറിന്റെ മറ്റേ മാവാപ്പടിയല്ല കേട്ടാ. ഇത്രയും ബന്ധം പറഞ്ഞ് സത്യമായിട്ട് പറഞ്ഞു തന്നപ്പം അതും കുറ്റം. അപ്പൊ നോക്കിയാണ് ഞാൻ അതിനെ പറ്റിയല്ല പറയുന്നത്. സരക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് ഇത് കാണിക്കും. നടുവരൽ നോക്കി കാണിക്കുന്നു. ഇവ കാണിച്ചു അറിയാതെ ഇങ്ങനെ കാണിച്ചു മള്ളി നോക്കിയാകത്തോടെ. നിന്റെ പ്രശ്നം വേറെയാണ് കേട്ടോ ബാബു. ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം. 1 കടം തീർക്കാനുണ്ട്. 2 വിളിക്കാറുണ്ട്. 3 മണി ട്രഫ് എടുക്കണ്ടേ? മണി ട്രഫ് വിളിക്കാറുണ്ട്. 14 മറ്റേ ഇവന്മാരാണ് മറ്റേ എറ്റിക്സിന്റെ മരത്തിൽ ഇപ്പം നമ്മള് പോയി അടിക്കണം. നമ്മളെ കമ്പനിയുള്ള പിള്ളേരാണ്. അവരത് പോകുമ്പോ രാമു അവന്മാരൊക്കെ ഒരു ഭയങ്കര കമ്പനിയാണ്. എടാ പക്ഷെ മണി ട്രഫ് വേണോടാ. എനിക്ക് ഗ്യാങ് ആണ്. അപ്പൊ പിന്നെ പെണ്ണ് നോക്കട്ടെ. ആദ്യമേ മണി ടഫിനുള്ള പ്ലാൻ ഇട്ടോ. മണി ട്രഫിന് വേണ്ടിട്ടുള്ള കാര്യം നോക്കാം. അത്രക്ക് സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇത്ര സഡൻ ആയിട്ടൊരു ഡിസിഷൻ വേണ്ട. അയ്യോ ഒന്ന് സെറ്റ് ആക്കി വരാട്ടോ. എല്ലാം വയ്യന്ന് പോയി. ദാമോനോട് ചോദിക്കുകയും ചെയ്തു ടർഫ് അടിക്കാത്ത വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അടിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞ ഇതിലൊരു തീരുമാനം വരുത്തിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ വാസു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഉള്ളവര് ഇഷ്ടമല്ല. വാസു ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എന്നെ പോലത്തെ വാസുവിനെ പോലത്തെ ഉള്ളവര് ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമല്ല. അത് വേറെ സത്യം. എന്നെ ഇഷ്ടമല്ല. ഒരു മിനിമം ഒരു ലെവല് വേണം. ബാബുവിന് കിട്ടി. അവർക്ക് ഇഷ്ടം ഈ രായനെ പോലുള്ളവരാണ് ഇഷ്ടം. എന്ന് പറയുമ്പോ എങ്ങനെ മറ്റേ മൂഞ്ചാന്താടിയൊക്കെ വെച്ചിട്ടുള്ള സ്പൈക്ക് വേണം. മറ്റേ വെള്ള കളർ പെയിന്റ് അടിക്കണം. ഇതൊക്കെ വെക്കണം. അതിന്റെ കൂടെ സിറ്റി 24 മണിക്കൂർ വേണം. പറഞ്ഞ പോലെ കെയറിംഗ് ഇല്ലേ, ഇത് അവർക്ക് അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി അങ്ങോട്ട് കൊടുക്കണം. ശരിയാണ്. റിലേറ്റബിൾ ഇതാണ്.
അങ്ങനെ പോലെ, അങ്ങനെ പോലെ. അയ്യോ മുരളി ചിലപ്പോ okay ആയിരിക്കും. പെണ്ണ് കെട്ടിയ ഒരു കൊച്ചുള്ളവരാണ് നീ നിന്റെ മുരളി, മുരളി, ഇത് ഞാൻ മുരളിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്താണ് ബാബുവിന് വേണ്ടിട്ടല്ലേ? അയ്യോ എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എനിക്ക് അതിനൊക്കെ എനിക്കൊരു ഭാര്യ ഉള്ളതാണ് അതിനെ പറ്റി ഓർത്തിട്ടാണ് സംസാരിക്കാൻ മനസ്സിലായ വേണം, അതാണ്. ഇതാരും ഒന്ന് അടുത്തോണ്ട് വേണം രണ്ട് ചോദ്യം ചോദിക്കട്ടെ അവന്റെ അടുത്ത്. ഇവിടെ ഇട്ട് പണിയാൻ പറ്റുള്ളൂ. റാൻഡം പീപ്പിൾസിന്റെ അടുത്ത് ഹലോ ബ്രോ, ആഗ്രഹമുള്ളൂ. കംപ്ലൈന്റ് ആണോ വണ്ടി? ഹലോ ബ്രോ, ഡോഡ്ജോ ബ്രോ എന്തിനു പറ്റി? ഫോട്ടോയാ? കാറിന്റെ ഫ്രണ്ട് നോക്കി വെച്ചിരിക്കുന്നത് എന്ത് പറ്റിയപ്പോ? ബ്രോ ഇത് ഇതിന്റെ എഞ്ചിൻ അല്ലല്ലോ ബ്രോ. ബ്രോ കള്ളനാണോ? എഞ്ചിൻ മാറ്റി വെച്ചാണോ? പേരെന്തരാണ്? ഞാൻ വോട്ട് കണ്ടിട്ട് പരന്ത് വാസു പേര്. വോട്ട് കണ്ടിട്ട് വരികയാണ്. പൊന്നു വിഷയം ചുമ്മാ ചിരിക്കല്ലേ, ചുമ്മാ അങ്ങ് ചിരിക്കല്ലേ വാസു. ഇത് മോശമാണ് കേട്ടോ, ഒരാളെ നിർത്തിയിട്ട്. സോറി കള്ള. അയ്യോ സോറി കള്ളാ എപ്പോഴും നമ്മള് വിളിക്കണത് തന്തയ്ക്ക് വിളിച്ചോലായി പോവില്ലേ, അതുകൊണ്ടാണ് വിളിക്കാത്ത. ബ്രോ നമ്മളെ സത്യം പറഞ്ഞ ആദ്യത്തെ പേരല്ലേ എല്ലാരും വിളിക്കുന്നേ. അതുകൊണ്ടാ. ഇപ്പൊ നമ്മള് ഇപ്പൊ ദിലിൻ ദിനേശ് എന്ന് പറഞ്ഞാൽ ആദ്യം ദിലിനെന്നല്ലേ വിളിക്കുന്നത്. ദിനേശ് എന്ന് വിളിച്ചാൽ തന്തയ്ക്കായി പോകില്ലേ. ദിനേശാന്നാണ് ദേഷ്യം വരുമ്പോ വിളിക്കും ചിലര്. അപ്പൊ കള്ളപ്പാക്കരൻ എന്ന് പറയുമ്പോ ഫസ്റ്റ് നെയിം കള്ളൻ, സെക്കൻഡ് നെയിം പാക്കരൻ. അതെ. അപ്പൊ പാക്കരൻ എന്ന് വിളിച്ചാൽ തന്തയ്ക്ക് വിളിക്കുന്ന പോലെ ആവോ എന്നുള്ള രീതിയിലായി പോയത്. അതുകൊണ്ടാണ് കള്ളന്ന് വിളിച്ചത്. സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം അല്ല, അറിയാതെ പറ്റിപ്പോയത്. കള്ളൂന്നോ? ഓക്കെ ഓക്കെ കല്ലും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പനെ വിളിക്കേണ്ട ആവശ്യം നീ ഇവനെ കണ്ടാലല്ലേ വിളിക്കേണ്ടി വരുള്ളൂ. പക്ഷേ ഇത് ഇതിന്റെ എഞ്ചിൻ അല്ലാണ്ടോ, ഇവിടെ 6 അകത്ത് വേറെയും കണ്ടോ. ഇതിന്റെ എഞ്ചിൻ അല്ല ഇത്. വാ വാ വണ്ടി കയറി, നീ ഒരു മെക്കാനിക്. ഓക്കെ ബ്രോ, അപ്പൊ എന്നാ പിന്നെ നമ്മള് പോട്ടെ. സോറി ഏതല്ലേ ബാബു? സോറി കള്ള. നിന്റെ പ്രശ്നം എന്താ? അല്ല അവന്റെ ഫസ്റ്റ് ടൈം കള്ളാന്നല്ലേ. ആദ്യം വിളിച്ച കള്ളയില്ലേ, അത് ശരിക്കും കള്ളാന്ന് വിളിക്കുന്നത്. അതിനാണ് ലാസ്റ്റ് കള്ളനിൽ കള്ളാത്തോരി എന്ന് പറഞ്ഞത്.